വെനസ്വേലയിൽ ആക്രമണം നടത്തി അമേരിക്ക ബന്ദികളാക്കിയ പ്രസിഡന്റ് മദൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെത്തിച്ചു. ഇരുവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ന്യൂയോർക്കിലെ ന്യൂബർഗിലുള്ള സ്റ്റുവർട്ട് എയർഫോഴ്സ് ബേസിലാണ് ലാൻഡ് ചെയ്തത്. അമേരിക്കൻ ലഹരിവിരുദ്ധ സേന ഇരുവരെയും ചോദ്യം ചെയ്യും. അതേസമയം ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും അമേരിക്കയുടെ എണ്ണ വിതരണ സംവിധാനം ശരിയാക്കിയെടുക്കുമെന്നും US പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ തുടരുകയാണ്. വെനസ്വേലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അമേരിക്കൻ സൈനിക നടപടിയെ രൂക്ഷമായി വിമർശിച്ച് റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മായ ബാലഗോപാൽ ചേരുന്നുണ്ട്. മായ, ഏറെ ഞെട്ടലോടെയാണ് അമേരിക്കയുടെ ഈ കടന്നാക്രമണത്തെ ലോകരാഷ്ട്രങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെനസ്വേല പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ന്യൂയോർക്കിൽ എത്തിച്ചു എന്നാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇവരെ ലഹരിവിരുദ്ധ സേന ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെയുള്ള ഒരു അന്തരീക്ഷം പുരോഗമിക്കുന്നത്? ഒപ്പം വെനസ്വേലയിലും അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായും മായ, വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണത്തിൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രസിഡന്റ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അതിലാണ് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. ട്രംപ് വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദികളാക്കിയതും ഒക്കെ എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാണ്. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാക്കും വരെ കുറച്ചു കാലം വെനസ്വേല അമേരിക്ക ഭരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ആഗ്രഹിച്ചിരുന്നതും അതുതന്നെയാണ്. ആവശ്യം വരികയാണെങ്കിൽ വീണ്ടും ഒരു ആക്രമണം പ്രതീക്ഷിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറയുകയുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ കടത്തേണ്ടി വരില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. അതായത് ട്രംപ് കാര്യങ്ങൾ നേടിയെടുത്ത മട്ടിലാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. വെനസ്വേലയിലെ അമേരിക്കൻ കടന്നാക്രമണത്തിൽ കൃത്യമായൊരു നയം വ്യക്തമാക്കലാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാക്കും വരെ കുറച്ചുകാലം വെനസ്വേല അമേരിക്ക ഭരിക്കും, ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമണം എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നടന്നു എന്ന മട്ടിലാണ്. മഡുറോ ഏകാധിപതിയാണെന്നും പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ അമേരിക്കൻ ആധിപത്യം പുനഃസ്ഥാപിച്ചെന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വെനസ്വേലയിൽ ആർക്കു വേണമെങ്കിലും മഡുറോയുടെ ഗതി എപ്പോൾ വേണമെങ്കിലും വരാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയുണ്ടായി. അമേരിക്ക ബന്ദിയാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ചിത്രം പുറത്തുവിടാനും ട്രംപ് മറന്നില്ല. അതുപോലെ US നാവികസേനാ കപ്പലിലുള്ള ചിത്രമാണ് പുറത്തുവിട്ടത്. കണ്ണുകെട്ടിയ നിലയിലുള്ള ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്ക ബന്ദിയാക്കിയ നിക്കോളാസ് മഡുറോയും ഭാര്യ സിലിയ ഫ്ലോറസും ഇപ്പോൾ അമേരിക്കയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു. അമേരിക്കൻ എണ്ണക്കമ്പനികൾ വെനസ്വേലയിൽ പണമുണ്ടാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകാനും മറന്നിട്ടില്ല. മായ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ലോകരാഷ്ട്രങ്ങളും വളരെ ഞെട്ടലോട് കൂടിയാണ് ഇത് നോക്കുന്നത്. പലരും ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ റഷ്യ, ചൈന ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പലരും കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത്. ഇന്ത്യ ആകട്ടെ അവിടെയുള്ള പൗരന്മാർക്ക് മുന്നറിയിപ്പ്, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നൊരു ആവശ്യം കൂടി ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. ഐക്യരാഷ്ട്രസഭ എന്തു പറയും, എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഇടപെടുക എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിന് മുന്നോടിയായി മഡുറോയെ മോചിപ്പിക്കണമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക വിട്ടയക്കണമെന്ന് തന്നെയാണ് റഷ്യയുടെ നിലപാട്. മഡുറോയും ഭാര്യയും നിലവിൽ US യുദ്ധക്കപ്പലിലാണെന്നും ഇരുവരെയും ഉടൻ ന്യൂയോർക്കിൽ എത്തിക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചിരിക്കുന്നത്. റഷ്യയുടെ മാത്രം അഭിപ്രായമല്ല, ഒട്ടുമിക്ക ലോകരാജ്യങ്ങളും ട്രംപിന് മുമ്പിൽ ഈ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ട്രംപ് എങ്ങനെയായിരിക്കും മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ട്രംപാണ് നടപടിയെടുത്തിരിക്കുന്നത്. ട്രംപിൻ്റെ നയങ്ങൾ, രീതികൾ ഒക്കെ വ്യത്യസ്തമാണ്. വെനസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് റഷ്യ. റഷ്യയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റ് ലോകരാജ്യങ്ങളും ഉണ്ട്.